പ്രിയപ്പെട്ട പ്രേക്ഷകരെ, CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പിണറായി വിജയനെ കുരുക്കി ശശിധരൻ കർത്തയുടെ മൊഴി. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് കരാർ നൽകിയത് പിണറായിയുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ. വീണ CMRLന് സേവനം നൽകിയിട്ടില്ലെന്നും ശശിധരൻ കർത്തയുടെ മൊഴി. വീണയുടെ അക്കൗണ്ടുകളിലെ 1.5 കോടിയടക്കം 12 പ്രതികളുടേതായി 29 കോടിയുടെ സ്വത്ത് മരവിപ്പിച്ചതായി ED അഡ്ജുഡേറ്റിംഗ് അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനും രേഷ്മയുമാണുള്ളത്. ആദ്യം ജിജീഷിലേക്ക് പോവുകയാണ്. ജിജീഷ്, വളരെ നിർണായകമായിട്ടുള്ളൊരു മൊഴി. ഇത്രയും കാലം പറഞ്ഞതെല്ലാം മാറ്റിപ്പറയേണ്ട അവസ്ഥ. പിണറായി വിജയൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള അടുത്ത ബന്ധത്തിന്റെ പേരിലാണ് നൽകാത്ത സേവനങ്ങൾക്ക് കരാർ നൽകിയതെന്ന് ശശിധരൻ കർത്ത നൽകുന്ന മൊഴി വളരെ നിർണായകമായി മാറുകയാണ്. പ്രത്യേകിച്ച് പിണറായി വിജയൻ ചോദ്യമുനയിലേക്ക്, EDയുടെ ചോദ്യമുനയിലേക്ക് എത്താനുള്ള സാഹചര്യം തന്നെയല്ലേ ഇപ്പോൾ ഒരുങ്ങുന്നത്? ബ്രൈത്ത് പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയന്, മുൻ മുഖ്യമന്ത്രി, നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് കൂടുതൽ കുരുക്കാവുന്ന മൊഴി തന്നെയാണ് CMRL മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശശിധരൻ കർത്ത 2024 ഏപ്രിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്നത്. ഈ മൊഴിയുടെ പകർപ്പുകളാണ് നമ്മൾ പുറത്തുവിടുകയും ചെയ്യുന്നത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, താൻ ഈ പണം ടി വീണയ്ക്ക് നൽകുന്നത്, അല്ലെങ്കിൽ ടി വീണയുടെ എക്സാലോജിക് എന്ന IT സൊല്യൂഷൻസ് കമ്പനിയുമായി കരാർ ഉണ്ടാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ കമ്പനിയുടെ ഏതെങ്കിലും പ്രത്യേകതകളോ കമ്പനിയുടെ മഹാത്മ്യമോ കണ്ടറിഞ്ഞിട്ടല്ല, പകരം പിണറായി വിജയനോടുള്ള വ്യക്തിപരമായ അടുപ്പം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കരാർ ഉണ്ടാക്കിയതും 2,82,00,000 രൂപ കൈമാറുകയും ചെയ്തത് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ കുരുക്കാണ്. ടി വീണയ്ക്കും ഇക്കാര്യത്തിൽ കൃത്യമായി കൂടുതൽ മറുപടികൾ നൽകേണ്ടി വരും. ആ വ്യക്തിബന്ധത്തിന്റെ പേരിൽ മാത്രമാണ് ഈ കരാർ ഉണ്ടാക്കിയത് എന്ന ശശിധരൻ കർത്തയുടെ മൊഴി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുമ്പോൾ, അതുകൊണ്ട് തന്നെ ചോദ്യമുനയിലേക്ക് പിണറായി വിജയനും എത്തുന്നു. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ കൂടി ചോദ്യമുനയിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഈ സ്വത്ത് കണ്ടുകെട്ടിയ നടപടി അടക്കമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ 29 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ, അതിന്റെ പകർപ്പുകൾ ലഭിക്കുമ്പോൾ, ടി വീണയുടേത് മാത്രമായി 16.5 ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. 16 ലക്ഷം രൂപ പണമായി കണ്ടുകെട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അത് അത്തരം നടപടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വത്തുക്കൾ മരവിപ്പിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ തന്നെയാണ് ശശിധരൻ കർത്ത എന്ന CMRLന്റെ മുൻ മാനേജിംഗ് ഡയറക്ടർ, നിലവിൽ മകനാണ് ആ കമ്പനിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, മുൻ മാനേജിംഗ് ഡയറക്ടർ നൽകിയിരിക്കുന്ന മൊഴി. വീട്ടിൽ വെച്ചായിരുന്നു അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യൽ നടത്തിയത്. അത് ആലുവയിലുള്ള വീട്ടിലായിരുന്നു അന്വേഷണ സംഘം എത്തിയത്. അന്ന് ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന സിമിയാണ് ആ ചോദ്യം ചെയ്യലുകൾക്കെല്ലാം തന്നെ നേരിട്ട് നേതൃത്വം നൽകിയത്. അന്ന് നിരവധി ഡിജിറ്റൽ തെളിവുകൾ ശശിധരൻ കർത്തയുടെ വീട്ടിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ആ രേഖകൾ പരിശോധിച്ചതിനൊപ്പം തന്നെ അന്ന് വിശദമായ ചോദ്യം ചെയ്യൽ, കാരണം പല ഘട്ടങ്ങളിലും ചോദ്യം ചെയ്യലുമായി സഹകരിച്ചിരുന്നില്ല ശശിധരൻ കർത്ത. ആ ദിവസവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകിയെങ്കിലും ഹാജരായിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇത് മനഃപൂർവ്വം നീട്ടിക്കൊണ്ടു പോവുകയാണ് എന്ന് വ്യക്തമായതോടുകൂടിയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥ സംഘം ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തിയത്. ആ ചോദ്യം ചെയ്യലിലാണ് പിണറായി വിജയനും വീണയ്ക്കും കുരുക്കാകുന്ന മൊഴികൾ ശശിധരൻ കർത്തയിൽ നിന്ന് പുറത്തു വന്നത്. ആദ്യമായിട്ടാണ് അത്തരത്തിൽ വിശദാംശങ്ങൾ ഒരു അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ നൽകുന്നത്. അതായത് നേരത്തെ SFIക്ക് പോലും നൽകാത്ത സുപ്രധാനമായ ഒരു മൊഴിയായിരുന്നു ശശിധരൻ കർത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. അതിലാണ് കൃത്യമായി തന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, എന്തിനായിരുന്നു ഈ കരാർ ടി വീണയുടെ കമ്പനിയുമായി ഉണ്ടാക്കിയത്? മറ്റു നിരവധി കമ്പനികളെ മറികടന്നുകൊണ്ട് ടി വീണയുടെ കമ്പനിക്ക് തന്നെ കരാർ ലഭിക്കണമെങ്കിൽ അതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള മുൻപരിചയം ആ കമ്പനിക്ക് ഉണ്ടായിരുന്നോ? സമാനമായ IT സേവനങ്ങൾ നൽകിയിരുന്ന ഒരു കമ്പനിയാണോ എക്സാലോജിക്? അത്തരം കാര്യങ്ങൾ CMRL പരിശോധിച്ചിരുന്നോ എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോഴാണ് ശശിധരൻ കർത്ത ഈ മറുപടി നൽകിയത്. അത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്, വ്യക്തിപരമായ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പിണറായി വിജയനുമായി തനിക്ക് വലിയ അടുപ്പമുണ്ടായിരുന്നു. പിണറായി വിജയനുമായുള്ള ആ അടുപ്പത്തിന്റെ പേരിലാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ കമ്പനിയുമായി ഒരു കരാർ ഉണ്ടാക്കാൻ വീണ അത്തരമൊരു ആവശ്യവുമായി സമീപിച്ചപ്പോൾ അതിന് തയ്യാറായത് തന്നെ ആ വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ഒരു മൊഴിയാണ് കൃത്യമായി തന്നെ ശശിധരൻ കർത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കുരുക്ക്, ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് ഇനി
ഈ PMLA നിയമത്തിന്റെ വ്യവസ്ഥകളൊക്കെ അനുസരിച്ച് പിണറായി വിജയനെ ഇഡിക്ക് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുന്നടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയും. ഇപ്പോൾ രേഷ്മ കൂടി ചേരുന്നുണ്ട്. രേഷ്മ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന്, ആദ്യഘട്ടം മുതൽ CPM എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചു, പിണറായി എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചു, ഇത് എല്ലാ കരാറുകളും നടന്നിരുന്നത്, എല്ലാ ഇടപാടുകളും നടന്നിരുന്നത് വീണ തൈക്കണ്ടിയിലും എക്സാലോജിക്കും പറയുന്ന രീതിയിൽ CMRL-ഉമായിട്ടാണ് എന്നുള്ളതായിരുന്നു അവരുടെ വാദം. പക്ഷേ ഇവിടെ നോക്കൂ, കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു, പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനോട്, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോടുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു കരാർ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. രേഷ്മ, പ്രജിത്ത്, ഇതിൽ നേരത്തെ തന്നെ ചില സംശയങ്ങൾ ഉടലെടുത്തിരുന്നു. അതായത് എന്തുകൊണ്ടാണ് CMRL എന്ന് പറയുന്ന ഒരു കരിമണൽ കമ്പനി വീണ വിജയനെ ഇത്തരത്തിലൊരു ഒരു നിമിഷം തുടരുക. ഇപ്പോൾ BJP നേതാവ് നന്ദു കണക്റ്റഡ് ആണ്. നന്ദു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CPM പറഞ്ഞ മുഴുവൻ വാദങ്ങളും പൊളിഞ്ഞു വീഴുകയാണ്. അവിടെ ആദ്യഘട്ടം മുതൽ അവർ ന്യായീകരിച്ചതൊന്നുമല്ല, പിണറായി വിജയൻ എന്ന് പറയുന്ന ആളുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സേവനങ്ങൾ നൽകാതെ കരാർ നൽകിയത്, സേവനങ്ങൾ നൽകാതെ ഇത്രയധികം പണം നൽകിയത്. നന്ദു, ഒരു കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇപ്പോ ക്രിസ്റ്റൽ ക്ലിയർ ആയി തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് CPM-ന്റെ സകല നേതാക്കന്മാരും വീണ തൈക്കണ്ടിക്കെതിരായ ഒരു അന്വേഷണം നടന്നപ്പോൾ പിണറായി വിജയന്റെ വീടിന്റെ മുന്നിൽ ആ ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാനും ED ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താനും വേണ്ടിയിട്ട് ആളെ കൂട്ടി ഈ പറഞ്ഞ കോമാളിത്തരങ്ങളും ഇത്തരം ഗുണ്ടായുസവും ഒക്കെ കാണിച്ചത് എന്ന് കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇപ്പോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് ഈ മൊഴിയിലൂടെ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ BJP-യുടെ നിലപാട് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യ ദിവസം മുതൽ BJP പറഞ്ഞിരുന്നു, ഇത് വീണ തൈക്കണ്ടിയും CMRL-ഉം തമ്മിലുള്ള എഗ്രിമെന്റ് അല്ല, ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും CMRL-ഉം തമ്മിലുള്ള ഉടമ്പടിയാണ്. അതിന്റെ ഗുണഭോക്താവ് അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള വീണ തൈക്കണ്ടി എന്നുള്ളതിനപ്പുറത്ത് ഇതിൽ ഈ ഇടപാടിന്റെ മുഴുവൻ സൂത്രധാരനും, ഈ ഇടപാടിന്റെ മുഴുവൻ ബിഹൈൻഡ് ദ കർട്ടൻ, ഈ ഇടപാടിന് ചുക്കാൻ വെടിച്ചത് മുഴുവൻ ഈ പറയുന്ന സഖാവ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയനാണെന്നുള്ളതാണ്. ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും CPM പറയുന്ന ധാർമ്മികതയുടെ ലെവലേശമെങ്കിലും CPM-ന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെയോ നേതാവിന്റെയോ സ്നേഹത്ത് തൊട്ടു തല്ലോടി പോകുന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഈ നിമിഷം ആവശ്യപ്പെടേണ്ടത് സഖാവ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണം. അതിനോടൊപ്പം ഈ കേസിൽ പ്രതിയായിട്ടുള്ള സഖാവ് പിണറായി വിജയനെതിരെ കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം നടത്തി അദ്ദേഹം അറസ്റ്റിലാവുന്നത് വരെ ഈ വിഷയത്തിൽ CPM-ന്റെ നിലപാട് വ്യക്തമാക്കണം എന്നുള്ള കൃത്യമായ നിലപാട് ഞങ്ങൾക്കുണ്ട്. അതിനോടൊപ്പം വീണ തൈക്കണ്ടിക്ക് സംരക്ഷണം ഒരുക്കി കൊടുത്ത മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിയും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാവണം. CPM-ന് എന്തെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ CPM ധാർമ്മികത എന്ന വാക്ക് CPM-ന്റെ നിഘണ്ടുവിലുണ്ടെങ്കിൽ ഈ നിമിഷം CPM-ന്റെ സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ അഖിലേന്ത്യാ നേതൃത്വം സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനോട് രാജിവെച്ച് അന്വേഷണത്തെ നേരിടാൻ വേണ്ടിയിട്ട് പറയാനുള്ള തന്റെ ഇടം കാണിക്കണം. ഞാൻ ഇത് രണ്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം പാർട്ടി CPM-ആണ്, കൊള്ളക്കാരുടെ പാർട്ടിയാണ്, കൊള്ളത്തരത്തിന് വേണ്ടി മാത്രം ഒരു പാർട്ടി എന്നുള്ള നിലയിലാണ് ആ പാർട്ടി മുന്നോട്ട് പോകുന്നത്. സഖാവ് പിണറായി വിജയനോട് രാജിവെക്കാൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം മറ്റുള്ളവരുടെ പലരുടെയും പേര് പറയും. അപ്പൊ അവരൊക്കെ രാജിവെക്കേണ്ടി വരും. അതുകൊണ്ട് ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാമെങ്കിലും വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഇന്ന് CPM ഉയർത്തുന്ന ധാർമ്മികതയുടെ ലെവലേശമെങ്കിലും CPM-ന് ഉണ്ടെങ്കിൽ സഖാവ് പിണറായി വിജയൻ രാജിവെക്കേണ്ട സമയമാണ് ഇത് എന്നുള്ളത് കൃത്യമായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ നന്ദു, നന്ദി പ്രതികരിച്ചതിന്. ഇപ്പോൾ വീണ്ടും രേഷ്മയിലേക്ക് തന്നെ പോകുന്നു. രേഷ്മ പറഞ്ഞത് തുടരാം. പ്രജിത്ത്, ഇപ്പോൾ പിണറായി വിജയൻ കൂടി കുറ്റാരോപിതരുടെ പക്ഷത്തേക്ക് കടന്നു വരികയാണ്. നേരത്തെ ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നിരുന്നു. ആ ആരോപണങ്ങൾ ഇപ്പോൾ വസ്തുതയായി സ്ഥിരീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത്. അതായത് ഈ 2016-ൽ ഒരു കത്തിടപാട് പിണറായി വിജയൻ നടത്തിയിരുന്നു. അതായത് ഈ ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ പ്രദേശങ്ങളിൽ കരിമണൽ ഖനനത്തിന് വേണ്ടിയിട്ട് CMRL അല്ലെങ്കിൽ ശശിധരൻ കർത്ത ഭൂമി വാങ്ങിച്ചു കൂട്ടിയിരുന്നു.
പക്ഷേ അവിടെ ഖനനാനുമതി ലഭിച്ചിരുന്നില്ല. അതായത് ഈ തീരദേശ സംരക്ഷണ നിയമങ്ങളും അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള ചില എതിർപ്പുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ ഖനനാനുമതി ശശിധരൻ കർത്തയ്ക്ക് ലഭിച്ചിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് ചില ഇടപെടലുകളും ചില രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനങ്ങളും ശശിധരൻ കർത്ത നടത്തിയിരുന്നു. അത് ഇടതു സർക്കാരിന് മേലാണ് ആ സ്വാധീന ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നത്. അതിനുശേഷം പിന്നീട് സംഭവിച്ചത് പിണറായി വിജയൻ റവന്യൂ വകുപ്പിന് നേരിട്ടൊരു നിർദ്ദേശം നൽകുന്നു. അതായത് ഈ പറയുന്ന തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ പ്രദേശങ്ങളിൽ ഈ CMRL കമ്പനി വാങ്ങിച്ചിട്ടിരിക്കുന്ന ഖനനത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടിരിക്കുന്ന ഈ ഒരു പ്രദേശത്ത് അതിൽ ഖനനാനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ, ശശിധരൻ കർത്തയുടെ അപേക്ഷ പുനഃപരിശോധിക്കണം എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ റവന്യൂ വകുപ്പിന് നൽകിയ നിർദ്ദേശം. ആ കത്തിടപാടിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഈ വീണ വിജയനുമായിട്ടുള്ള ഒരു കരാറിലേക്ക് CMRL എന്ന് പറയുന്ന കരിമണൽ കമ്പനി നീങ്ങുന്നത്. അതായത് ഈ എക്സലോജിക്കുമായിട്ട് പ്രതിമാസ വ്യവസ്ഥയിൽ ഇത്ര ലക്ഷം രൂപ തരാമെന്നതിന്റെ അടിസ്ഥാനത്തിൽ സേവനങ്ങളൊന്നും വാങ്ങിക്കാതെ മാസപ്പടി ഇടപാട് നടത്തുന്നത്. അതായത് ഈ 2016 ഡിസംബർ കാലഘട്ടത്തിൽ പിണറായി വിജയൻ CMRL കമ്പനി ഉടമയായിട്ടുള്ള ശശിധരൻ കർത്തയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വാങ്ങിച്ചിട്ടിരിക്കുന്ന ഭൂമിയിൽ ഖനനാനുമതി വേണ്ടിയിട്ട് അതിന്റെ അപേക്ഷ പുനഃപരിശോധിക്കാനായിട്ട് അന്യായമായി റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകുന്നു. അതിന് തൊട്ട് പിന്നാലെ അതിന് പ്രത്യുപകാരം എന്നുള്ള രീതിയിൽ മകളായിട്ടുള്ള വീണ വിജയന്റെ എക്സലോജിക് കമ്പനിയുമായിട്ട് ശശിധരൻ കർത്ത ഒരു കരാറിൽ ഏർപ്പെടുന്നു. നേരത്തെ ഇതൊരു ആരോപണം മാത്രമായിരുന്നു പ്രജിത്ത്, പക്ഷെ ഇപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള വസ്തുതയായി അത് മാറിയിരിക്കുകയാണ്. കാരണം ശശിധരൻ കർത്ത തന്നെ 2024 പറഞ്ഞിട്ടുള്ള മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കരാർ നൽകിയിട്ടുള്ളത് പിണറായിയുമായിട്ടുള്ള അടുപ്പം മൂലമാണ്. ആ അടുപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരദേശ പരിപാലന സംരക്ഷണ നിയമങ്ങളൊക്കെ തന്നെ വെട്ടിച്ചുകൊണ്ട് അതിന് വിരുദ്ധമായിട്ട് ആ അപേക്ഷ, ശശിധരൻ കർത്തയുടെ അപേക്ഷ പുനഃപരിശോധിക്കാനായിട്ടുള്ള നിർദ്ദേശം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നൽകുന്നത്. അതിന്റെ ഫലമായിട്ടാണ് വീണ വിജയനുമായിട്ടും വീണ വിജയന്റെ എക്സലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന IT അനുബന്ധ അല്ലെങ്കിൽ IT കൺസൾട്ടന്റ് സ്ഥാപനവുമായിട്ട് കരിമണൽ കമ്പനി കരാറിൽ ഏർപ്പെടുന്നത്. അങ്ങനെ ഒരു സേവനവും വാങ്ങിക്കാതെ അല്ലെങ്കിൽ ഒരു സേവനവും നൽകാതെ വീണയ്ക്ക് കോടിക്കണക്കിന് രൂപ കരിമണൽ കമ്പനിയായിട്ടുള്ള CMRL നൽകുന്നു. അതായത് നേരിട്ട് കൊടുക്കുമ്പോൾ കൈക്കൂലിയാകുന്നത് ആ കള്ളപ്പണം മറ്റൊരു രീതിയിൽ വകമാറ്റി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഈ കരാറിലൂടെ ഉണ്ടാക്കിയിരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ തെളിവുകളായിട്ട് പുറത്തു വരുന്നത്. എന്തായാലും ഇതിൽ കൃത്യമായിട്ട് നേരത്തെ പിണറായി വിജയന്റെ പേര് ഉൾപ്പെട്ടിരുന്നു. അതിന് വ്യക്തമായ ഒരു മൊഴി കൂടി ശശിധരൻ കർത്തയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ കൂടി പ്രതിക്കൂട്ടിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ചോദ്യം ചെയ്യലുകളിൽ പിണറായി വിജയനിലേക്കും കാര്യങ്ങൾ എത്തുമെന്നാണ് നേരത്തെ ജിജീഷ് കരുണാകരൻ സൂചിപ്പിച്ചതുപോലെ അത്തരമൊരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. എന്തായാലും ഇടത് സംഘടനകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം നേരത്തെ വീണ വിജയന്റെ കാര്യത്തിൽ മാത്രമായിരുന്നു ഒരു പ്രതിരോധം സൃഷ്ടിച്ചതെങ്കിൽ ഇനി പിണറായി വിജയനിലേക്ക് കൂടി അന്വേഷണം എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു പ്രതിസന്ധിയിലേക്ക് പാർട്ടി പോകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രജിത്ത്, രേഷ്മ, കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ രേഷ്മ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കൂടി വായിക്കുമ്പോൾ അങ്ങനെ കരിമണൽ കാട്ടുകൊള്ളയ്ക്ക് പിണറായി വിജയൻ ഒത്താശ ചെയ്തതിന്റെ പ്രത്യുപകാരമായി മകൾക്ക് ഈ രീതിയിൽ ഒരു കരാർ നൽകുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മുൻപുയർന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലേക്കുള്ള കണ്ടെത്തലുകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിണറായിയുമായുള്ള അടുപ്പത്തിൽ കരാർ നൽകി എന്നുള്ള വ്യക്തമായിട്ടുള്ള മൊഴി ശശിധരൻ കർത്ത നൽകുമ്പോൾ എല്ലാ ആരോപണങ്ങളും എല്ലാ വസ്തുതകളും ചെന്നു നിൽക്കുന്നത് പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയിലേക്കാണ്. ജിജീഷ്, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് പോയിട്ടുണ്ട്. മൊത്തത്തിൽ ഏതാണ്ട് 182 കോടിയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് ആകെ മനസ്സിലാക്കുന്നത്. അതിൽ ഈ പിണറായി വിജയനും മകളുമായി ബന്ധപ്പെട്ട കണക്കുകൾ വളരെ കുറവാണ്. പക്ഷെ അപ്പോഴും ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം, ED സംഘം പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ടത് വീണ തൈക്കണ്ടിലിന്റെ 3 അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. ഈ 3 അക്കൗണ്ടുകളിലുമായി ആകെ 1.5 കോടിയിലധികം രൂപ മൊത്തത്തിൽ ED മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ സ്വാഭാവികമായും കടുത്ത നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനി ഉടനെ തന്നെ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? അങ്ങനെയെങ്കിൽ ഇപ്പോഴുയർത്തിയ എല്ലാ പ്രതിരോധങ്ങളും പൊളിഞ്ഞു വീഴുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകില്ലേ ജിജീഷ്?
പ്രയത്ത് പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ വലിയ തോതിൽ പാർട്ടി അടക്കം പിണറായി വിജയനെ പ്രതിരോധിക്കുന്ന നിലപാടിലായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഈ ഓരോ തെളിവുകൾ അനുദിനം എന്നോണം പുറത്തു വരുമ്പോൾ പ്രതിരോധത്തിന്റെ കോട്ടകളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുക. കാരണം നേരത്തെ തന്നെ ഈ ഒരു ഇടപാടുകളെല്ലാം നടന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ സ്വാധീനത്തിലായിരുന്നു. പിണറായി വിജയൻ എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അനിഷേധ്യൻ എന്ന് പറയുന്ന നേതാവിന്റെ സ്വാധീനത്തിലായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ നേരത്തെയും ജനൻ ടി വി പുറത്തുവിട്ടിരുന്നു. എന്നാൽ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ CPM-ഉം പാർട്ടിയും എല്ലാം അതിനെ പ്രതിരോധിച്ചിരുന്നത് വ്യാജമായ അല്ലെങ്കിൽ തെറ്റായ പ്രചരണം നടക്കുന്നു എന്നാണെങ്കിൽ അങ്ങനെയല്ല എന്ന കാര്യം ഇപ്പോൾ ശശിധരൻ കർത്തയുടെ മൊഴി കൂടി പുറത്തു വരുമ്പോൾ വ്യക്തമാവുന്നു. കാരണം ശശിധരൻ കർത്ത പറയുന്നത് തനിക്ക് പിണറായി വിജയനുമായുള്ള സൗഹൃദത്തെക്കുറിച്ചാണ്. ശശിധരൻ കർത്ത പറയുന്നത് കാലങ്ങളായി പിണറായി വിജയൻ എന്ന വ്യക്തിയുമായി തനിക്കുള്ള അടുപ്പത്തെക്കുറിച്ചാണ്. അത്തരത്തിൽ അങ്ങനെയുള്ള പിണറായി വിജയനുമായി ആ അടുപ്പത്തിന്റെ പേരിൽ മാത്രം ഒരു കരാറുണ്ടാക്കി മകൾക്ക് പണം നൽകണമെങ്കിൽ അതിൽ തീർച്ചയായും ശശിധരൻ കർത്തയെ പോലുള്ള ഒരു വ്യക്തിക്ക്, ദുരൂഹ സാഹചര്യങ്ങളുള്ള ഒരു വ്യക്തിക്ക്, കരിമണൽ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾക്ക് വിധേയനായ ഒരു വ്യക്തിക്ക് നിരവധി വ്യക്തി താല്പര്യങ്ങളുണ്ടാകും, സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടാകും. ആ സ്വാർത്ഥ താല്പര്യങ്ങൾ നേരിട്ട് പിണറായി വിജയന് പണം കൈമാറാൻ കഴിയാത്തത് കൊണ്ട് മാത്രം മകൾ ടി വീണയ്ക്ക് ഒരു കമ്പനി ഉണ്ടാക്കി കൊടുക്കുന്നു. ടി വീണ ഒരു കമ്പനി ഉണ്ടാക്കുന്നു. ആ കമ്പനി ഉണ്ടാക്കുമ്പോൾ തന്നെ ടി വീണയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അറിയാം തൻ്റെ കമ്പനിക്ക്, അതായത് തുടക്ക കമ്പനിയാണ്, യാതൊരു തരത്തിലുള്ള സേവനങ്ങളും നൽകി പരിചയമില്ലാത്ത ഒരു കമ്പനിയാണ്. അത്തരത്തിലുള്ള ഒരു കമ്പനിയെ തേടി ആരും ഇങ്ങോട്ട് വരില്ല എന്ന് കൃത്യമായി തന്നെ ടി വീണയ്ക്ക് അറിയാം. എന്നാൽ പിടിച്ചു നിൽക്കാൻ എങ്ങനെ പറ്റുമെന്ന് ടി വീണ ആലോചിച്ചപ്പോൾ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത് തൻ്റെ പിതാവിൻ്റെ എല്ലാ തരത്തിലുള്ള സ്വാധീനങ്ങളെയും താൻ ഉപയോഗപ്പെടുത്തിയെടുക്കുക, ബന്ധങ്ങളെയും താൻ ഉപയോഗപ്പെടുത്തിയെടുക്കുക. ആ ബന്ധങ്ങളിലൂടെ മാത്രം തനിക്ക് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ലഭിക്കും. അങ്ങനെ സേവനങ്ങളൊന്നും നൽകിയില്ലെങ്കിൽ പോലും, കാരണം എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് CMRL തന്നെ പറയുന്നുണ്ട് യാതൊരു തരത്തിലുള്ള മതിയായ സേവനങ്ങൾ നൽകില്ല എന്ന് മാത്രമല്ല, ആദ്യഘട്ടം മുതൽ തന്നെ എത്രയോ വട്ടം പറഞ്ഞതാണ് ജിജീഷ്. അപ്പോഴൊക്കെ CPM-ന്റെ നേതാക്കളടക്കം ഇറങ്ങി പൊതു ഇടങ്ങളിൽ നിന്ന് എന്തെല്ലാം ന്യായീകരണങ്ങൾ ഉയർത്തി. AI, അതോടൊപ്പം തന്നെ മൈക്രോസോഫ്റ്റ് വേഡ് എന്നടക്കമുള്ള ഒട്ടനവധി വാദങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. പക്ഷേ ഒടുവിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി ശശിധരൻ കർത്തയ്ക്ക് ചെയ്തു നൽകിയ സഹായങ്ങൾക്കുള്ള കൂലിയാണ് ഈ പറയുന്ന രീതിയിൽ വീണയ്ക്ക് ചെയ്യാത്ത സേവനങ്ങൾക്കുള്ള തുകയായി CMRL നൽകിയത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇനി അറിയേണ്ടത് പിണറായി വിജയനെ ED ചോദ്യം ചെയ്യുമോ എന്നുള്ളതാണ്. എന്തായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മയും ജിജീഷും. പ്രതികരിച്ച അതിഥികൾക്കും നന്ദി.